Oh Lord my God, when I in awesome wonder consider all the worlds thy hand. പെട്ടെന്ന് കിടക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച വേദഭാഗം എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ഒരാൾക്ക് വായിക്കാമോ? നാം പരാമർശിച്ച് പഠിച്ച ഭാഗം സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന, നമുക്ക് മുമ്പാകെ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്നുള്ള പദമാണ്. അതിനകത്ത് സ്ഥിരത എന്നുള്ള പദത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ചിന്തിക്കാനുള്ള കാര്യം, പലരും പല വിശ്വാസത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ വളരെ സ്ഥിരതയോടെ പല കാര്യങ്ങളും വിശ്വാസ ജീവിതത്തിൽ ചെയ്തിട്ടും കാലക്രമേണ കാലം പോകുന്നതിനനുസരിച്ച് അവരുടെ സ്ഥിരതയ്ക്ക്, അവരുടെ കൺസിസ്റ്റൻസിക്ക് പലപ്പോഴും കോട്ടങ്ങൾ സംഭവിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് വിശ്വാസ ജീവിതത്തിലായിരിക്കാം, പ്രാർത്ഥനയിലായിരിക്കാം, പല മേഖലകളിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അവർ എപ്രകാരം വളരണമോ അല്ലെങ്കിൽ എപ്രകാരം അതിന്റെ കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകണമോ, അത് തട്ടിച്ചു നോക്കുമ്പോൾ പലപ്പോഴും വിശ്വാസത്തിൽ ഒരു ഭൂരിഭാഗം ജനം ആ സ്ഥിരതയില്ലാതെ പുറകോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുക, നമുക്ക് മുമ്പാകെ വെച്ചിരിക്കുന്ന ഓട്ടം, ചേർന്ന് വന്നേ, വെച്ചിരിക്കുന്ന ഓട്ടം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ഇഷ്ടപ്പെട്ടതിലും ഇല്ലേലും ശരിയാണ്, നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വെച്ച സ്ഥിതിക്ക് ഓടിയേ പറ്റത്തുള്ളൂ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഓടുന്നെങ്കിൽ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ഓടാതെ സ്ഥിരതയോടെ ഓടാൻ ഈ പകൽക്കാലം ദൈവം നമ്മളെ ഇടയാക്കി തീരട്ടെ. സ്ഥിരതയോടെ ഓടുന്നവൻ അവൻ ലക്ഷ്യത്തെത്തുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്ഥിരതയോടെ ഓടുന്നവൻ മറ്റവൻ ഓടുന്നത് എങ്ങനെയാണെന്ന് നോക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മറ്റവൻ വീണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, ഞാനും ഒന്ന് വലിഞ്ഞൊക്കെ നീങ്ങിയാൽ മതി എന്ന് അവൻ ഒരിക്കലും ചിന്തിക്കത്തില്ല. അവന്റെ ഓട്ടം സ്ഥിരതയോടെ ആയിരിക്കും. കാര്യം അവന്റെ ലക്ഷ്യത്തിൽ നിൽക്കുന്നത് ഫിനിഷിംഗ് പോയിന്റിൽ യേശു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് പകൽക്കാലം ചില കാര്യങ്ങൾ നമ്മൾ അതിന് ആധാരമായി ചിന്തിച്ചാൽ, ചില ഭാഗങ്ങൾ അതിനകത്ത് ഒന്നാമത്തെ പോയിന്റ് നമ്മൾ വായിച്ചത്, നമ്മൾ പ്രാർത്ഥനയിൽ നമ്മൾ ആദ്യം ചിന്തിച്ചത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ സ്ഥിരത. ആ വാക്യം ഒന്ന് വായിച്ച് ഞാൻ പെട്ടെന്ന് കഴിഞ്ഞ ആഴ്ച ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഓടിച്ചിട്ട് ജസ്റ്റ് ആ പോയിന്റൊക്കെ ഒന്ന് ടച്ച് ചെയ്തേച്ച് ഞാൻ ബാക്കിയുള്ള ഭാഗത്തേക്ക് ഞാൻ കടക്കാം. വായിച്ചേ, കൊലോസ്യർ 2:5. ഞാൻ ശരീരം കൊണ്ട് ദൂരത്തിലെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസിന് സന്തോഷിക്കാനുള്ള വക എന്ന് പറയുന്നത് അവരുടെ വിശ്വാസത്തിന്റെ സ്ഥിരത കണ്ടിട്ട് പുള്ളിക്ക് ഭയങ്കര സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ അസ്ഥിരത എവിടെയൊക്കെ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അത് പ്രതിഫലിക്കുന്നത് എന്നുള്ള 2 പോയിന്റ്സ് ആണ് നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ആഴ്ച. 2 തരത്തിലാണ് വിശ്വാസത്തിന്റെ അസ്ഥിരത ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് ഫെയ്ത്ത് ഉണ്ടാകുന്നത്. ഒന്നെന്ന് പറയുന്നത്, ഹല്ലേലൂയ, അത് വിശ്വാസം ക്ഷീണിക്കുന്ന വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ക്ഷീണിക്കുന്ന വിശ്വാസം പെട്ടെന്നൊന്നും ഉണ്ടാകുന്നതല്ല. അത് ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ പല കാര്യങ്ങളിലും ഡിലേസും ഒക്കെ വന്നു കഴിയുമ്പോൾ നാം പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാതിരിക്കുമ്പോൾ നാം വിശ്വാസത്തിൽ ക്ഷീണിക്കും. പക്ഷെ നാം പഠിച്ച എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അബ്രഹാമിനെയാണ്. അബ്രഹാം തന്റെ നിർജീവാവസ്ഥയൊക്കെ കണ്ടിട്ടും 25 കൊല്ലവും കുഞ്ഞുങ്ങളില്ലാതെ വെയിറ്റ് ചെയ്തിട്ടും അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ അവൻ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് തന്നെ അവൻ മുന്നോട്ട് സ്ഥിരതയോടെ പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ടാമത് നമ്മൾ ചിന്തിച്ച കാര്യം, ഹല്ലേലൂയ, വിശ്വാസത്തിൽ അല്ലെങ്കിൽ അല്പവിശ്വാസം എന്ന മലയാളത്തിന്റെ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അല്പവിശ്വാസം എന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരവിശ്വാസം, കാൽവിശ്വാസം, മുക്കാൽ വിശ്വാസം, അഡ്ജസ്റ്റ്മെന്റ് വിശ്വാസം ഒന്നുമില്ല. വിശ്വാസമുണ്ടോ അത് പൂർണ്ണമായ ഒരു വിശ്വാസം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ആ വാക്കുകളൊക്കെ ചിന്തിച്ച് രണ്ടാമത്തെ പോയിന്റ് നാം ചിന്തിച്ചത്, രണ്ടാമത്തെ മേഖല, സ്ഥിരത കാണിക്കേണ്ട രണ്ടാമത്തെ മേഖല, അതാണ് നമ്മൾ തുടങ്ങി വെച്ചത്. ആ ഭാഗം തുടങ്ങി മുന്നോട്ട് പോയി. എഫേസ്യർ ലേഖനം 6-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
ഇന്ന് പകൽക്കാലം നമ്മുടെ മുമ്പാകെ വെച്ചിരിക്കുന്ന ഓട്ടത്തിൽ സ്ഥിരതയോടെ ഓടുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു, നീ വിശ്വാസത്തിൽ അവൻ സ്ഥിരത കാണിക്കണം. നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ അവൻ വെറും സ്ഥിരത പോരാ, പൂർണ്ണ സ്ഥിരത നീ കാണിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിന് ആധാരമായി നാം പഠിച്ച എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് ഹല്ലേലൂയ തന്റെ പ്രാർത്ഥനയുള്ള സ്ഥിരതയെ കുറിച്ച് നാം വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. അവൻ സ്നാനപ്പെട്ട യോർദാനിൽ നിന്ന് പുറത്തിറങ്ങിയ യേശു 40 ദിവസവും 40 രാവും പകലും അവൻ മരുഭൂമിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. ആ യേശു തന്റെ പ്രാർത്ഥന 40 ദിവസം കഴിഞ്ഞ് അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് നിർത്തിയില്ല. അവിടെ നിന്ന് തന്റെ പ്രാർത്ഥന മുന്നോട്ട് നീങ്ങി. ഹല്ലേലൂയ. മരുരൂപ മലയിൽ താൻ പോയി പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് അത്ഭുതങ്ങൾ ചെയ്തു. അവിടെ കൊണ്ട് യേശു നിർത്തിയില്ല. അവസാനം യേശു വന്ന് നിൽക്കുന്നത് ഗെത്സമനയിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗെത്സമനയിലെ പ്രാർത്ഥന മറ്റു പ്രാർത്ഥനകളെ പോലെയല്ല. അവൻ അതിതീവ്രതയോടെ ഹല്ലേലൂയ അവൻ അതിശ്രദ്ധയോടെ പ്രാണവേദനയോടും കൂടെ പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. അവിടെ വെച്ചാണ് നമ്മൾ നിർത്തിയത്. ആമേൻ. ഹല്ലേലൂയ. പ്രാണവേദനയോടെ അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ച യേശുവിന്റെ മുമ്പാകെ വന്ന റോമൻ പടയാളികൾക്ക് മുമ്പാകെ യേശു പതറിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ റോമൻ പടയാളികളെ കണ്ടപ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ പതറിപ്പാമേൻ ഓടിയെങ്കിലും ഹല്ലേലൂയ ആ പടയാളികളുടെ മുമ്പിൽ ഹല്ലേലൂയ ചങ്കൂറ്റത്തോടെ നെഞ്ചി വിളിച്ച് അവരെ മുഖാമുഖം നോക്കുവാൻ യേശുവിന്റെ മേൽ വ്യാപരിച്ച ശക്തിയുടെ പുറകിലുള്ള രഹസ്യം യേശുവിന്റെ പ്രാർത്ഥനയുടെ ആമേൻ സ്ഥിരതയായിരുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഓട്ടക്കളത്തിൽ സ്ഥിരതയോടെ ഓടുവാൻ അവൻ നിന്റെ മുമ്പാകെ ഹല്ലേലൂയ വെല്ലുവിളികൾ വരുമ്പോൾ അതിനെ നിനക്ക് ചങ്കൂറ്റത്തോടെ നേരിടണമോ? പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ആമേൻ ഹല്ലേലൂയ. നിങ്ങൾ നോക്കി, എവിടെയൊക്കെ ശ്രദ്ധ കൂടിയ പ്രാർത്ഥന കാണിച്ചിട്ടുണ്ട് അതിനൊക്കെ ഒരു റിസൾട്ട് ഉണ്ട്. ഹല്ലേലൂയ. അവൻ യേശു കർത്താവ് ശ്രദ്ധയോടുകൂടിയല്ല അതിശ്രദ്ധയോടുകൂടിയാ പ്രാർത്ഥിച്ചു. ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഒറ്റ കാര്യം, നിങ്ങൾ പ്രാർത്ഥിക്കാൻ 5 മിനിറ്റ് എടുക്കുന്നുണ്ടെങ്കിലും അതിന് 5 മിനിറ്റ് ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിപ്പാൻ നിങ്ങൾ റെഡിയായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ നമ്മുടെ പ്രാർത്ഥനാ രീതി എങ്ങനെയെങ്കിലും നേരെ രാവിലെ വരുന്ന സ്തോത്രം എന്തൊക്കെയാ പറയുന്നത് നമുക്കും അറിയുന്നില്ല, കർത്താവിന് പറയുന്നത് ഒറ്റ കിടപ്പാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒറ്റ മിനിറ്റ് ആണെങ്കിലും നീ ശ്രദ്ധയോടുകൂടിയാ നീ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനയിൽ ഒരു റിസൾട്ട് നിശ്ചയമായി ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് പുസ്തകം പറയുന്നത് ഏലിയാവ് നമുക്ക് സ്വഭാവമുള്ള പുരുഷനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അതുപോലെ ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ച ഒരു കൂട്ടമായിരുന്നു ആ പത്രോസിനെ ആമേൻ തടവറയിൽ ഇട്ടപ്പോൾ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ച സഭ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രോഗികൾക്ക് വേണ്ടി ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ച് രോഗി സൗഖ്യമായെങ്കിൽ അവൻ പത്രോസിന് വേണ്ടി ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ച സഭ അവൻ പ്രാർത്ഥിച്ചത് മുഖാന്തരമായി പത്രോസ് പുറത്തു വന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഏത് കാരാഗ്രഹ അവസ്ഥയിലാണ് നീ ഇരിക്കുന്നതെങ്കിലും ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിപ്പാൻ നീ ഒരുക്കമെങ്കിൽ ആ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ എന്റെ ദൈവത്തിന് നിന്നെ കൊണ്ട് പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിക്കുന്നത് അവൻ പത്രോസ് സുഖമായി കിടന്ന് ഉറങ്ങുകയാണ്. ഈ പത്രോസ് സുഖമായി കിടന്ന് ഉറങ്ങുന്നതിന്റെ പുറകിൽ ഒരു ദൂതുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. ഹല്ലേലൂയ. പത്രോസ് സുഖമായി കിടന്നുറങ്ങി ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, പത്രോസ് സുഖമായി കിടന്നുറങ്ങിയപ്പോൾ കാരാഗ്രഹത്തിന്റെ നടുവിൽ പ്രതികൂലത്തിന്റെ നടുവിൽ പത്രോസ് സുഖമായി ഉറങ്ങിയതിന്റെ പിന്നിൽ അവൻ പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ട്. ഇന്ന് പകൽക്കാലം ധൈര്യത്തോടെ ഇരിക്കുക. നിങ്ങളെ നോക്കി ഒരു ഉറപ്പ് തരാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലെ ഈ സഭയിലായിരിക്കുന്ന നിങ്ങൾ സമാധാനത്തോടെ കൂടെ ഉറങ്ങുവാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ കൂട്ടം ഈ സഭയ്ക്കകത്തുണ്ടായെന്ന ധൈര്യത്തോടെ പകൽക്കാലം ഉറപ്പ് പറയുക. നിന്റെ ജീവിതത്തിൽ ഏത് കാരാഗ്രഹ അനുഭവമാണോ അവൻ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തോട് നിങ്ങളത് പറഞ്ഞോ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമുണ്ട്. Praise the Lord. Hallelujah. അവിടെ നമ്മൾ വായിക്കുന്നത് പത്രോസ് 1-ാം വാതിൽ കടന്ന് മുന്നിലെത്തി, 2-ാം വാതിൽ കടന്ന് മുന്നിലെത്തി. അവിടെ വായിക്കുന്നത് ഇരുമ്പ് വാതിൽ. 12:11 വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തികൾ. ഒന്നാം കാവലും രണ്ടാമത്തെ പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കലെത്തി അവർക്ക് സ്വതവേ തുറന്നു. Praise the Lord. Hallelujah. 1-ാം വാതിലും 2-ാം വാതിലും തുറന്ന എങ്ങനെയാണെന്ന് പറഞ്ഞില്ല. ഇരുമ്പ് വാതിൽ സ്വതവേ തുറന്നു. Praise the Lord. Hallelujah.
ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ മേലൊരു അധികാരവും അഭിഷേകവും വ്യാപരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ അഭിഷേകവും അധികാരവും കൊണ്ട് നിനക്ക് ചില കഥകളെ തുറക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റെടുത്തു. നിന്നമേൽ വ്യാപരിക്കുന്ന അധികാരവും അഭിഷേകം കൊണ്ട് ആമേൻ ചില വാതിലുകൾ നിനക്ക് തുറക്കാൻ കഴിയും. പക്ഷെ അത് തുറക്കാൻ കഴിയാത്തത് നിനക്ക് വേണ്ടി തനിയെ തുറപ്പിക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാ ഇന്ന് പകൽക്കാലം നീ സേവിക്കുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിന് കരുത്തടി സ്തോത്രം പറഞ്ഞേക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇരുമ്പ് വാതിലുകൾ തനിയെ തുറക്കുന്ന ദൈവ സാന്നിധ്യം നിന്റെ കൂടെയുണ്ട്. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം നിനക്കുണ്ടെങ്കിൽ പകൽക്കാലം ചിലതിന്റെ ഇരുമ്പോ അതിന് കർത്താവ് തുറക്കാൻ പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ നീ ആരുടെയും പുറകെ പോകണ്ട. നീ ഒരു ദൈവദാസന്റെ അവൻ കൂട്ടായ്മ വരുമ്പോ അതിന്റെ പുറകെ നീ ഓടേണ്ട കാര്യമില്ല. അവൻ നീ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ഏറ്റെടുത്താൽ മതി. നിനക്ക് വേണ്ടി ഓട്ടോമാറ്റിക്കലി അവൻ ചില ഇരുമ്പ് വാതിലുകൾ എന്റെ ദൈവം ഇന്ന് പകൽക്കാലം തുറക്കാൻ പോകുകയാ. സമശ്രദ്ധയോടുകൂടി ഒരല്പസമയം എനിക്ക് എന്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചോട്ടെ. ചിലതിനു വേണ്ടി അവൻ ചില ഇരുമ്പ് വാതിലുകളെ ദൈവം ഇന്ന് തുറക്കാൻ പോകുകയാ. ഇതുവരെ നീ ശ്രമിച്ചിട്ട് തുറക്കാത്തതിനെ ഇന്ന് പകൽക്കാലമാണ് സഭയുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാ. തുറക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുന്ന ദൈവത്തിന്റെ പൈതലെ 5 മിനിറ്റ് മതി. നീ 5 മിനിറ്റ് ദൈവമായിട്ട് ശ്രദ്ധ കൂടി ഒരു പ്രാർത്ഥന നിനക്ക് ചെലവഴിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഉറപ്പോടെ വിളിച്ചു പറയുകയാണ്, you will see the result. Hallelujah. For sure. Hallelujah. ഇന്ന് പകൽക്കാലം ആ റിസൾട്ട് നിന്റെ ഭവനത്തിൽ നീ ചെല്ലുന്നതിന് മുമ്പ് എന്റെ ദൈവം റിലീസ് ചെയ്തിരിക്കുകയാണ്. Praise the Lord. Hallelujah. നമ്മുടെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ പ്രോബ്ലം. ഹാലലൂയ. അവൻ അന്ന് പ്രാർത്ഥിച്ചു, അവൻ കുറച്ചു നേരമൊക്കെ പ്രാർത്ഥിച്ചു, നടന്നില്ല. ഇനിയിപ്പോ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്, ഹാലലൂയ. നീ നോക്കി ഏലിയാവിനെ നോക്കി. ഏലിയാവ് ആദ്യത്തെ പ്രാർത്ഥന ഒറ്റ പ്രാർത്ഥനയെങ്കിൽ തീ ഇറക്കിയതാ. ആമേൻ. ഒറ്റ പ്രാർത്ഥനയെ തീ ഇറക്കിയ ഏലിയാവ് ഒറ്റ പ്രാർത്ഥനയിൽ മഴ പെയ്തില്ലെങ്കിൽ നിർത്തണമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പകൽക്കാലം ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്ന ഏലിയാവിന് നമ്മൾ സമസ്വഭാവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒറ്റ പ്രാർത്ഥനയിൽ നിനക്ക് ചിലപ്പോ സമയത്ത് അത്ഭുതങ്ങൾ നടന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ചില പ്രാർത്ഥനകൾ ചില നീണ്ടു പോയാലും ശരി, അവൻ ഏലിയാവിന്റെ സമസ്വഭാവമുള്ള ദൈവത്തിന്റെ പൈതലെ അവൻ ആകാശത്ത് നിനക്ക് വേണ്ടി മേഘത്തിൽ അവൻ ഒരു കരം ഉയരുന്നത് വരെ ഇന്ന് പകൽക്കാലം നീ പ്രാർത്ഥിക്കാൻ റെഡിയെങ്കിൽ ഇന്ന് പകലിൽ ഹല്ലേലൂയ നിന്റെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ ദൈവം തന്നെ ആത്മ സുവിശേഷം 18:7 ഇപ്രകാരം വായിക്കുന്നു, ദൈവം ഒരാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ, എല്ലാവരുടെയും കാര്യത്തിൽ പറയുന്നില്ല, യേശു ക്രിസ്തുവിന്റെ എലക്ട്. എത്ര വിശ്വസിക്കുന്നു? ഞാൻ യേശുവിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവന. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിന്റെ കാര്യത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുക, നീ രാപ്പകൽ സ്ഥിരതയോടെ ശ്രദ്ധയോടെ കൂടെ പ്രാർത്ഥിക്കുന്നവനാണോ? നിന്റെ കാര്യത്തിൽ ഒരൽപ്പം ദീർഘക്ഷമ ഞാൻ കാണിക്കുമെങ്കിലും ഹല്ലേലൂയ നിനക്ക് വേണ്ടി ഹല്ലേലൂയ ഞാൻ തന്നെ പ്രതിക്രിയ നടത്തി ഞാൻ നിന്നെ വിടുവിപ്പാൻ ശക്തനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. ദൈവം ചിലപ്പോൾ ദീർഘക്ഷമകൾ കാണിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം ചിലപ്പോൾ ഡിലേസ് വരുത്തും. ഞാൻ ആ ഡിലേസുമായിട്ട് ബന്ധപ്പെട്ട് 1-2 തവണ പണ്ട് സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഡിലേസ് ദൈവം വരുത്തുന്നതിന്റെ പുറകിലെ ദൈവത്തിന്റെ രഹസ്യം ഒരു വലിയ മറുപടിക്കാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പകൽക്കാലം നീ നിന്റെ സ്ഥിരത മുറക്കരുത്. ദൈവത്തിന്റെ പൈതലേ, നിന്റെ പ്രാർത്ഥനയുടെ സ്ഥിരത നീ ഒട്ടും കുറയ്ക്കണ്ട. അവൻ ദൈവം ദീർഘക്ഷമ കാണിക്കുന്നതിന്റെ പിറകിലെ ദൈവത്തിന്റെ രഹസ്യം എന്തെന്ന് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആത്മാവിൽ തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം. ഹന്ന പ്രാർത്ഥിക്കുകയാ, കർത്താവേ എനിക്കൊരു പൈതലിനെ തന്നെ മതിയാകത്തുള്ളൂ. അവൻ ദൈവം ദീർഘക്ഷമയോടെ വെയിറ്റ് ചെയ്യാൻ. നോ ഹന്ന, ഇറ്റ്സ് നോട്ട് ടൈം ഫോർ യു. ഹല്ലേലൂയ. ഹന്ന വീണ്ടും പ്രാർത്ഥിക്കുകയാ, അവൻ പെനിന്നായുടെ നിന്ന് സഹിച്ചുകൊണ്ട് ഞാൻ മതിയായി കർത്താവേ, ഐ നീഡ് എ ചൈൽഡ് റൈറ്റ് നൗ. ദീർഘക്ഷമയോടെ ദൈവം കാത്തുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹന്നവിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മാറ്റം വരുത്തി. ഹല്ലേലൂയ. അവൻ നീ എനിക്കൊരു പൈതലിനെ തരാമെങ്കിൽ അത് ഞാൻ നിനക്ക് തരാമെന്ന പ്രാർത്ഥനയെങ്കിൽ ഹല്ലേലൂയ ദൈവം പറയുക. ഹല്ലേലൂയ. അന്നാ പിന്നെ നിനക്ക് തരുന്ന പൈതൽ ഏലി പുരോഹിതന് കൊടുത്തതുപോലെ ഹോഫ്നിഹാസും ഫിനെഹാസിനെ പോലല്ല, ശമൂവേലിനെ തന്ന് ഞാൻ നിന്നെ മാനിക്കാൻ പോകുകയാണ്.
ശമൂവേൽ എന്ന വാക്കിന്റെ അർത്ഥം ഹല്ലേലൂയ, ഹിസ് നെയിം ഈസ് എൽ, EL, God like. Praise the Lord. Hallelujah. ശമൂവേൽ എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തെ പോലെ. Hallelujah. ഇന്ന് പകൽക്കാലം അവൻ ദൈവം ദീർഘക്ഷമയോടെ നിനക്ക് വേണ്ടി ചില ഡിലേസ് വരുത്തുന്നത്, അവൻ നിനക്ക് വേണ്ടി ദൈവത്തിന്റെ അവൻ സ്റ്റാൻഡേർഡിലുള്ള ചില റിസൾട്ട്, ചില മറുപടി അയക്കുവാനത്രേ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഏറ്റെടുത്ത് ശ്രദ്ധയോടുകൂടെ പൂർണ്ണ സ്ഥിരതയോടുകൂടെ പ്രാർത്ഥിക്കാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. പിന്നെ പ്രാർത്ഥിച്ചൊരു വ്യക്തിയാണ് ഹെസക്കിയാവ്. ഹല്ലേലൂയ. ഹിസ്കിയാവ് ഹല്ലേലൂയ പ്രാർത്ഥിച്ചു, മറുപടി വന്നത് അവൻ ദൈവത്തിൽ നിന്ന് മറുപടി വന്നത് നിന്റെ ഗ്രഹവിചാരങ്ങൾ ഗ്രഹകാര്യങ്ങൾക്ക് ക്രമപ്പെടുത്തുവാനുള്ള. ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശുദ്ധ വിളിക്ക് വേർതിരിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലെ, ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ചിലരോടൊക്കെ ദൂത് പറയുക, നിങ്ങളുടെ ഗ്രഹ കാര്യങ്ങളിൽ ചില ക്രമം വരുത്തുവാനുണ്ടോ? ക്രമം വരുത്തി കഴിഞ്ഞാൽ അവൻ നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് അവൻ ഒരു 15 സംവത്സരം കൂടെ ഞാൻ നീട്ടിത്തരിക തന്നെ ചെയ്യും. അത് രണ്ടാമത്തത്. ആദ്യത്തെ ഡിലേ ദൈവത്തിന്റെ ഒരു നല്ല മറുപടിക്ക് വേണ്ടി, രണ്ടാമത്തെ ഡിലേ നിന്റെ ക്രമീകരണത്തിന് വേണ്ടി, മൂന്നാമത്തെ ഡിലേ ഞാൻ ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. അവൻ എലിസബത്തും സക്കറിയാവും ഹല്ലേലൂയ അവൻ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക. വയസ്സ് കുറേയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തനിക്കൊരു കുഞ്ഞുണ്ടാകാനായിട്ട് എലിസബത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ എലിസബത്തിന്റെ വയറ്റിൽ ഉരുവാകുന്നത് ആരാണെന്നറിയാമോ? അവൻ മശീഹായ്ക്ക് വഴി ഒരുക്കേണ്ടവനാണ്. Praise the Lord. Hallelujah. മശീഹായ്ക്ക് വഴി ഒരുക്കേണ്ടവൻ എപ്പോഴാ ഉരുവാകേണ്ടതെന്ന് അറിയാമോ? അവൻ മശീഹ ഉരുവാകുന്ന ഗർഭപാത്രം റെഡിയാകുമ്പോൾ. പിടികിട്ടിയോ? പിടികിട്ടിയോ? ഹല്ലേലൂയ. ദൈവത്തിന് ചില പദ്ധതികൾ ഹല്ലേലൂയ നിറവേറ്റാനുണ്ട്. മശീഹ പുറത്തു വരണമെങ്കിൽ മശീഹായെ ഉരുവാക്കേണ്ട ഗർഭപാത്രം ഒന്ന് റെഡിയാകേണ്ട സമയമായിട്ടില്ല. അവൾ ഇപ്പോഴും ഹല്ലേലൂയ കിൻഡർഗാർട്ടനിൽ പോകുന്നതേ ഉള്ളൂ. മറിയയ്ക്ക് പ്രായപൂർത്തി ആയിട്ടില്ല. മറിയയ്ക്ക് കല്യാണ പ്രായമായി കഴിഞ്ഞാൽ എലിശബത്തേ, നീ എത്ര പ്രായം ചെന്നവളാണെങ്കിലും ശരി, നിന്റെ ഉദരത്തിൽ ഞാനൊരു പുത്രനെ നിനക്ക് വേണ്ടി അവൻ ഒരുക്കും. അതെന്റെ പദ്ധതിയുടെ ഭാഗമാണ്. ആമേൻ. ഹല്ലേലൂയ. ഒരു കാര്യം നിങ്ങൾ ഏറ്റെടുത്തോ, രഹസ്യത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ പരസ്യത്തിൽ ദൈവം നിങ്ങളെ മാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് കൂട്ടത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത്. മത്തായി സുവിശേഷം 6:6 വായിച്ചു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ളതിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. രഹസ്യത്തിൽ കാണുന്നതിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കേ. ഇംഗ്ലീഷിൽ മലയാളത്തിൽ വാക്ക് വിട്ടുപോയി. But thou, when thou prayest, enter into thy closet, and when thou hast shut thy door, pray to thy Father which is in secret, and the Father which seeth in secret shall reward thee. മലയാളത്തിൽ അതില്ല. Praise the Lord. Hallelujah. പകൽക്കാലം രഹസ്യത്തിൽ നീ പ്രാർത്ഥിക്കുമെങ്കിൽ എന്റെ ദൈവം പരസ്യത്തിൽ നിന്നെ മാനിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒരു മനുഷ്യന്റെ മുമ്പിൽ നീ കണ്ണുനീരൊഴുക്കണ്ട. അവൻ ഒരു പ്രാർത്ഥനാ കൂട്ടത്തിലും അവൻ നീ കണ്ണുനീരൊഴുക്കി കരയേണ്ട കാര്യമില്ല. നിന്റെ കണ്ണുനീരുകൾ വീഴേണ്ടത് രഹസ്യത്തിൽ നിന്നെ കാണുന്ന പിതാവിന്റെ സന്നിധിയിലാണ്. രഹസ്യത്തിൽ നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പരസ്യത്തിൽ നിന്നെ മാനിക്കുന്ന ദൈവമത്രേ. ഇനി ഞാൻ പറയാം, പത്രോസ് ഹല്ലേലൂയ പത്രോസ് സുഖമായി കിടന്നുറങ്ങിയത് രണ്ടാമത്തെ കാര്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവൻ ദൈവാത്മാവിനെ ലീഡ് ചെയ്ത് ഇങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഈ ക്യാരക്ടേഴ്സുമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. ഞാൻ പത്രോസ് കിടക്കുന്ന കാരാഗ്രഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. പത്രോസിനെ വിളിച്ചു, പത്രോസെ എഴുന്നേൽക്ക, നാളെ താങ്കളുടെ തല വെട്ടാനായിട്ട് അവർ റെഡി ആയിരിക്കുക, താങ്കൾ കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുകയാണോ? പ്രൈസ് ദി ലോർഡ്. പത്രോസ് എന്നോട് പറഞ്ഞു, മോനെ എന്റെ പ്രായം എത്രയുണ്ട്? പത്രോസിന് എത്ര പ്രായമുണ്ടായിരിക്കും ആ സമയത്ത്? ഒരു ഊഹം പറഞ്ഞേ. പത്രോസ് കാരാഗ്രഹത്തിൽ അല്ലെങ്കിൽ മിനിസ്ട്രി ചെയ്യുന്ന സമയത്ത് ഒരു ഊഹം പറഞ്ഞേ പത്രോസിന് എത്ര പ്രായം ഉണ്ടായിരിക്കും? ഒരു പത്രോസ് ചരിത്രകാരന്മാർ പറയുന്നത് പത്രോസിനെ ശുശ്രൂഷയ്ക്ക് വിളിച്ചപ്പോൾ ഏതാണ്ട് ഒരു 30 വയസ്സുണ്ടെന്ന് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. പത്രോസ് മരിക്കുന്നത് AD 64 അപ്പൊ ഈ മിനിസ്ട്രി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ചിലപ്പോൾ പത്രോസിന് 35 വയസ്സ് മാക്സിമം. പ്രൈസ് ദി ലോർഡ്. ഇനി നിങ്ങൾ വായിച്ചേ യോഹന്നാൻ 21:18. ശ്രദ്ധയോടെ നിങ്ങൾ ഏറ്റെടുത്തു. പകൽക്കാലം ദൈവം ചിലതിന്റെ വാഗ്ദത്തങ്ങൾ ഇന്ന് പകൽക്കാലം പൂർത്തീകരിക്കാൻ പോകും.
Praise the Lord. Hallelujah. വിശ്വാസത്താൽ നിങ്ങളത് പൊട്ടിക്കാൻ പോകുക. Hallelujah. വായിച്ചേ. ആമേൻ ആമേൻ. ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്ന വയസ്സനായ ശേഷമോ നീ കൈനീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. പത്രോസിനറിയാം വയസ്സാകാതെ പിടികിട്ടി. Praise the Lord. വയസ്സാകാതെ. ഹല്ലേലൂയ. റോമൻ പടയാളികളല്ല, റോമ സാമ്രാജ്യം മൊത്തം നിന്നാലും ഹല്ലേലൂയ എന്റെ തലയുടെ ഒരു മുടി പോലും പോകത്തില്ല എന്ന പത്രോസിന് വിവരമറിയ കാര്യം. പത്രോസിന്റെ മേലൊരു ദൂത് കിടപ്പുണ്ട്. വയസ്സാകാതെ നിന്നെ തൊടുവാൻ ഹല്ലേലൂയ ഒരു ശക്തിക്ക് കഴിയത്തില്ല. Praise the Lord. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ചിലതിന്റെ ദൂതുകൾ പൂർത്തീകരിക്കാൻ പോകുകയാണ്. Praise the Lord. നീ വിശ്വാസത്തോടെ ഏറ്റെടുത്തു. അവൻ ഏത് കാരാഗ്രഹ അനുഭവത്തിലാണെങ്കിലും നീ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങിക്കോ പൈതലെ. നിന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. നിന്റെ മേലൊരു ദൂതുണ്ടെങ്കിൽ, നിന്റെ മേലൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ, പത്രോസേ വയസ്സാകാതെ നിന്റെ മേൽ റോമൻ സാമ്രാജ്യം ഒരു വാളോ അവൻ ആയുധമോ പ്രയോഗിക്കത്തില്ല. Praise the Lord. Hallelujah. ഇത് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കും? നിങ്ങൾ പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത. അവൻ കാരാഗ്രഹ അനുഭവത്തിൽ മാത്രം പ്രാർത്ഥിക്കാൻ നിൽക്കല്ലേ. Praise the Lord. Hallelujah. കാരാഗ്രഹ അനുഭവം വരുമ്പോൾ മാത്രം പ്രാർത്ഥിക്കാൻ നിൽക്കുന്നവർക്ക് അടുത്തൊരു കാരാഗ്രഹം റെഡിയാണ്. പിടികിട്ടിയോ? മനസ്സിലായോ? Praise the Lord. ഒരു കാരാഗ്രഹത്തിൽ കിടന്ന ആത്മാവിൽ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്തു കഴിഞ്ഞ് അവിടെ കൊണ്ട് നിർത്തുകയാണെങ്കിൽ അടുത്തൊരു കാരാഗ്രഹം നിനക്ക് വേണ്ടി ഒരുക്കപ്പെടുക. Praise the Lord. Hallelujah. കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാലും നിന്റെ പ്രാർത്ഥന നീ നിർത്താതെ തുടരുമെങ്കിൽ, Hallelujah, നിന്റെ ആത്മീയ ജീവിതത്തിൽ നീ പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരതയോടെ മുന്നേറുമെങ്കിൽ, Hallelujah, നീ കാരാഗ്രഹത്തിൽ അകത്തല്ല, കാരാഗ്രഹത്തിൽ അകത്തുള്ളതിനെ നീ പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൈവ പ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. Praise the Lord. പൂർണ്ണ സ്ഥിരത. Praise the Lord. ഇന്ന് പകൽക്കാലം ചിലവരുടെ പ്രാർത്ഥന പൂർണ്ണ സ്ഥിരതയിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. ഞാനത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ചിലരുടെ പ്രാർത്ഥന പൂർണ്ണ സ്ഥിരതയിലേക്ക് വരട്ടെ, ആ ട്രാക്കിലേക്ക് വരട്ടെ. Praise the Lord. പാളം തെറ്റിപ്പോയ ട്രെയിൻ ഹല്ലേലൂയ ട്രാക്കിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് മുന്നോട്ട് പോകാൻ പറ്റും. Praise the Lord. ആ ട്രാക്കിലേക്ക് നിങ്ങൾ തിരികെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തും. Praise the Lord. Hallelujah. അപ്പൊ നമ്മൾ ചിന്തിച്ച ഒന്ന് രണ്ട് ആദ്യത്തെ കാര്യങ്ങൾ. ഒന്നാം, അവൻ വിശ്വാസത്തിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുക, അവൻ പ്രാർത്ഥനയിൽ സ്ഥിരത കാണിക്കുക. ഇനി മൂന്നാമത്തെ പോയിന്റ് വായിച്ച് 1 തെസ്സലോനിയർ എഴുതിയില്ല. ഇനിയുള്ള ഭാഗം ഞാൻ എന്താ പറയുക, ഒരു ഉണർവ് പ്രസംഗമായിട്ടോ ഒരു ഒന്നുമല്ല, ഞാനൊരു അല്പം ക്ലാസ് പോലെ എനിക്ക് എടുക്കുന്നത്. വായിച്ചിട്ട് 1 തെസ്സലോനിയർ എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. ഇനി നമ്മൾ അടുത്ത സ്ഥിരത കാണിക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യാശയ്ക്ക് ഒരു സ്ഥിരത വേണം. Praise the Lord. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? Praise the Lord. നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്ന ഒരു പ്രത്യാശയ്ക്ക് വേണ്ടിയിട്ട്. Praise the Lord. Hallelujah. ആ പ്രത്യാശയ്ക്ക് നമുക്കൊരു സ്ഥിരത വേണം. Praise the Lord. Hallelujah. ഈ ലോകത്തിൽ നമുക്ക് എന്തിനെങ്കിലും കുറിച്ച് പ്രത്യാശിക്കാമെങ്കിൽ അത് യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രം. മറ്റെല്ലാ പ്രത്യാശകളും കാലത്തിന്റെ അനുസരിച്ച് അത് ക്ഷയിച്ചു പോകും, അത് മാഞ്ഞു പോകും, അത് നിന്നു പോകും. പക്ഷെ എന്നേക്കും അത് നിലനിൽക്കുന്ന പ്രത്യാശ അത് ക്രിസ്തു യേശുവിൽ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 8:24 വായിച്ചു. പ്രത്യാശയാണല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി നീ പ്രത്യാശിക്കുന്നതിന് നാം കാണാത്തതിനെ പ്രത്യാശിക്കുന്നതെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പ്രത്യാശ കാരണം നമ്മൾ രക്ഷിക്കപ്പെട്ടത്. യേശു കർത്താവ് പറയും, യേശു കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യാശ എന്തെന്നറിഞ്ഞ് അത് വിശ്വസിച്ചത് കൊണ്ടാണ് നമ്മൾ ഹല്ലേലൂയ നമ്മൾ രക്ഷ പ്രാപിച്ചത്. പ്രൈസ് ദി ലോർഡ്. ആ പ്രത്യാശ കാണുന്ന ഒരു പ്രത്യാശയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് ന്യൂയോർക്കിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ന്യൂയോർക്ക് കണ്ടവർക്ക് അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയാം അവിടെ പോകാൻ പറ്റും എന്നുള്ള കാര്യം. പക്ഷെ ഇത് നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ എങ്കിലും നമ്മളത് വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്.
യേശു കർത്താവ് ശിഷ്യന്മാരുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എല്ലാ ശിഷ്യന്മാരും യേശുവിനെ കണ്ട് വിശ്വസിച്ചു. പക്ഷെ തോമസ് പറഞ്ഞു, ഇല്ല, ഞാൻ അവനെ തൊടാതെ അവന്റെ വിലാപ്പുറത്ത് കൈയിടാതെ ഞാൻ വിശ്വസിക്കത്തില്ല. അത് കിട്ടി കഴിഞ്ഞപ്പോൾ യേശു കർത്താവ്, നീ കണ്ടിട്ട് വിശ്വസിച്ച, കാണാത്ത വിശ്വസിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് പകൽക്കാലം അവിടെ അതിന്റെ 18 മുതലുള്ള താഴെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. റോമർ 8:18 മുതൽ 24 വരെ. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. സർവ്വ സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രത്യാശയാണല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി പ്രത്യാശിക്കുന്നതിന് നാം കാണാത്തതിനെ പ്രത്യാശിക്കുന്നെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. യഹൂദന്മാരുടെ വിശ്വാസം അനുസരിച്ച് 2 കാലഘട്ടങ്ങളുണ്ട്, അല്ലെങ്കിൽ 2 ലോകമുണ്ട്. ഒന്ന്, നാം ഇപ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന, ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന, നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകവും, ഇനി അവർ പ്രത്യാശിക്കുന്ന ഒരു വരുവാനിരിക്കുന്ന ഒരു ലോകം. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65:17 ഇപ്രകാരം പറയുന്നു, ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പിലത്തെ ആരും ഓർക്കയില്ല, ആരുടെയും മനസ്സിൽ വരികയില്ല. അപ്പോൾ നാം ഇപ്പോൾ ജീവിക്കുന്ന, അല്ലെങ്കിൽ ഈ ഈ നശിക്കുന്ന ഈ ലോകം വിട്ട് നമുക്ക് മറ്റൊരു ലോകം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ആ പ്രത്യാശയിലാണ് അവൻ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ആത്മാവ് വീണ്ടെടുത്തു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദേഹി വീണ്ടെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദേഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ദിനംതോറും വരുന്ന മാറ്റങ്ങൾ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ക്യാരക്ടറിൽ വരുന്ന മാറ്റങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അവസാനത്തെ വീണ്ടെടുപ്പ് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. പ്രൈസ് ദി ലോർഡ്. ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുന്നത് യേശു കർത്താവ് രണ്ടാമത് വരുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. അത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ശരിക്കും പഠിക്കണമെന്നുണ്ടെങ്കിൽ വായിച്ചാൽ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം അതിന്റെ 35 മുതൽ 49 വരെയുള്ള വാക്യം. 2 കാര്യങ്ങളാണ് ഒരു ദൈവമക്കൾക്ക് പ്രത്യാശ നൽകുന്നത്, അല്ലെങ്കിൽ അവന് പ്രത്യാശ ഉണ്ടാക്കുന്ന 2 കാര്യം. ഒന്ന്, തനിക്ക് ഒരു തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരം ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. 2, വാട്ടം, മാലിന്യം, നാശമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകും. ഈ പ്രത്യാശ നിന്റെ അകത്തുണ്ടോ, നിരാശയ്ക്ക് നിന്നെ തകർത്ത് കളയാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കൊരു തേജസ്കരിക്കപ്പെടുന്ന ഒരു ശരീരം കർത്താവ് തരാൻ പോകുകയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തുള്ള എല്ലാവരും തങ്ങളുടെ ശരീരം ബ്യൂട്ടിഫൈ ചെയ്യാനും ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ശരീരത്തിന് നല്ലതായിരുന്നെങ്കിൽ, കുറച്ചുകൂടെ സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പരാതി പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി അധ്വാനിക്കുന്നവരാണ്. പക്ഷെ ഒരു കാലഘട്ടത്തിൽ, ഒരു സമയത്ത് കർത്താവ് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ തേജസ്കരിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനകത്ത് തേജസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരാതി ഉണ്ടാകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതവിടെ വായിച്ചേട്ടെ. 1 കൊരിന്ത്യർ 15:35 മുതൽ 49 വരെ. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർത്തുന്നു എന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നുവെന്നും ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിന്റെ ശരീരവും ഓരോ വിത്തിന് അതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളും കൊണ്ട് സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മനുഷ്യരുടെ പുനരുദ്ധാരവും ഔവണ്ണം തന്നെ. ദ്രവത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്തിൽ ഉയർത്തുന്നു, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ് ഉയർത്തുന്നു, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തി ഉയർത്തുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ശരീരം ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് ദ്രവിക്കുന്ന ശരീരമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് ദ്രവിക്കുന്ന ശരീരത്തെ അത് അദ്രവത്വമായിട്ട് ദൈവം മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഹല്ലേലൂയ നമുക്ക് നിന്ദയും പരിഹാസങ്ങളും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അന്ന് കർത്താവ് നമുക്ക് തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പോൾ നമുക്ക് ശരീരത്തിൽ
ബലഹീനമായ ശരീരമാണ്. അവൻ ഇവിടെ ഒരു 4 മണിക്കൂർ നിന്ന് നിങ്ങളെ കൊണ്ട് ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ഒക്കത്തില്ല. അവൻ ഇപ്പൊ തന്നെ ആൾക്കാർ ഉറങ്ങാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് ഒന്ന് വായിച്ച് 7:15 മുതൽ 16 പറയുന്നത് ഞാൻ എടുത്ത സമയങ്ങളിൽ. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിൽ മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ ഫസ്റ്റ് വെള്ളിയാഴ്ച 3 മണിക്ക് വന്ന് ആരാധനിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരുന്ന പാർട്ടിയാണ്. അവിടെ പറയുന്നത് രാപ്പകൽ നമ്മൾ ദൈവത്തെ ആരാധിക്കും. അത് നമ്മുടെ ഈ ശരീരം കൊണ്ട് നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. മത്സ്യത്തിന്റെ ശരീരത്തിന്റെ ഘടന ഒന്നാം, മനുഷ്യന്റെ ശരീരത്തിന്റെ ഘടന മൃഗങ്ങളുടെ ശരീരത്തിന്റെ ഘടന ഒന്നാം. അത് ഏത് സാഹചര്യത്തിൽ ഏത് എൻവയോൺമെന്റിൽ അത് ജീവിക്കണമോ അതിനനുസരിച്ച് അതിന്റെ ശരീരഘടന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ശരീരവുമായി സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ അപ്പൊ കോട്ടുവായിടും നമ്മൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നമുക്ക് ക്ഷയിക്കാത്ത, അവൻ ദ്രവിക്കാത്ത, അവൻ തേജസ്സുള്ള ശക്തിയുള്ള ഒരു ശരീരത്തെ കർത്താവ് നമുക്ക് തരും. പ്രൈസ് ദി ലോർഡ്. ഈ പ്രത്യാശ നിങ്ങൾ സ്ഥിരതയുള്ളവരെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന ക്ഷീണങ്ങളും പരാജയങ്ങളും ഓർത്ത് നിങ്ങൾ അല്ലര് പറയേണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നീ വിശ്വസിച്ചോ, ഒരു നാൾ വരും, ഹല്ലേലൂയ, നിന്റെ ശരീരം അവൻ ദ്രവത്വത്തിൽ നിന്ന് അദ്രവത്വത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുകയും നിന്റെ ബലഹീനമായ ശരീരം ശക്തിയുള്ള ശരീരമാവുകയും അവൻ നിന്റെ നിന്ദയുടെ ശരീരം അവൻ തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരമായി എന്റെ ദൈവം നിനക്കൊരു ട്രാൻസ്ഫോർമേഷൻ തരും. Praise the Lord. Hallelujah. അങ്ങനെയുള്ളവർ ഇന്ന് പകൽക്കാലം പ്രത്യാശയിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. രണ്ടാമത് 1 പത്രോസ് 1:5. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിച്ചിരിക്കുന്നു. അത് നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങൾ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറുമെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. അവരെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. 1 പത്രോസ് 1:5 ഓക്കെ. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത ക്ഷയം ഉണ്ടാകത്തില്ല, ക്ഷയിക്കുന്ന സ്ഥലമല്ല, വാട്ടമേൽക്കുന്ന സ്ഥലമല്ല, മാലിന്യമേൽക്കുന്ന സ്ഥലമല്ല. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടെ ഹല്ലേലൂയ സകലതും ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ലോകത്ത് നാം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ സകലതും മലിനമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ അവൻ കാറ്റടിച്ച് പൊടിയടിച്ച് അവൻ ഗ്രീസ് പറ്റി അല്ലെങ്കിൽ പുകയടിച്ച് നമ്മുടെ ശരീരം എപ്രകാരം അവൻ മലിനപ്പെടുന്നുവോ അതുപോലെ പാപത്തിന്റെ എല്ലാ മാലിന്യങ്ങളും നിറഞ്ഞ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ കർത്താവ് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലം ഒരു ക്ഷയമില്ല, ഒരു വാട്ടമില്ല, ഒരു മാലിന്യമില്ലാത്ത നിത്യമായ ഒരു സ്വർഗീയ അനുഭവത്തിലേക്ക് നമ്മുടെ കർത്താവ് വിളിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പകൽക്കാലം ഹല്ലേലൂയ എന്തിനെങ്കിലും നിങ്ങൾക്ക് പ്രത്യാശയുണ്ടെങ്കിൽ അതിന്റെ യേശു കർത്താവിന്റെ നിങ്ങളുടെ പ്രത്യാശ സ്ഥിരത ഉള്ളതായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പ്രത്യാശ എങ്ങനെയാണ് നമുക്ക് ലഭിച്ചത് ഒന്ന് വായിക്കാം. ജസ്റ്റ് നിങ്ങളൊരു പഠന ക്ലാസ് പോലെ തന്നെ ഞാൻ എടുക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് നീങ്ങുന്നത്. കൊലോസ്യർ 1:3. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായ സ്വർഗത്തിൽ നിങ്ങൾക്കായി സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പ്രത്യാശ നമുക്ക് ലഭിച്ചത് എങ്ങനെയാണ്? സുവിശേഷം എന്ന സത്യവചനം കേട്ടപ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് വിശ്വസിച്ച ഒരു ദൈവത്തിന്റെ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന് വേണ്ടി സ്വർഗത്തിൽ സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന ഒരു നിത്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ആ വചനത്തിലൂടെ നമുക്ക് ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇനി എബ്രായർ 10:23-24 ഇപ്രകാരം പറയുന്നു: പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിച്ചുകൊണ്ട് സ്നേഹത്തിൽ, സൽപ്രവർത്തിക്കും ഉത്സാഹത്തിനും വർദ്ധിപ്പിൻ, അന്യോന്യം സൂക്ഷിച്ചുകൊള്ളി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രത്യാശ ഉള്ളവരെ സഭായോഗത്തിലേക്ക് വിളിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. പ്രത്യാശ ഉള്ളവരെ ആമേൻ, ഹല്ലേലൂയ. മെസ്സേജും വാട്സപ്പും SMS ഒന്നും അയക്കേണ്ട കാര്യമില്ല. അവൻ അറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പ്രത്യാശയിലേക്ക് വിളിച്ചിരിക്കുന്നത് ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ പ്രത്യാശയിൽ പൂർണ്ണ സ്ഥിരതയോടെ നാം മുന്നോട്ട് പോകുക. ഇനി പ്രത്യാശ എങ്ങനെ നമ്മുടെ ഉളവാകുന്നത്?
വായിച്ച റോമർക്ക് എഴുതിയ ലേഖനം 5:3-5. പ്രത്യാശ നമുക്ക് ലഭിച്ചത് സത്യസുവിശേഷം എന്ന ദൈവത്തിന്റെ വചനത്തിൽ നിന്നും. ഇനി ഈ പ്രത്യാശ നമ്മളിൽ എങ്ങനെ ഉളവാകുന്ന ഇവോൾവ് ചെയ്ത് വായിച്ച് റോമർക്ക് എഴുതിയ ലേഖനം 5:3-5 വരെയുള്ള വാക്യം. അത് തന്നെയല്ല, അടുത്തത് സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന്റെ ജീവിതത്തിൽ നടക്കുന്ന കഷ്ടങ്ങൾ, ഹല്ലേലൂയ, അവനെ തകർക്കുവാനുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം തിൽസിസ് എന്നുള്ള ഗ്രീക്ക് പദവാ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡിൽ നിന്നും ഉണ്ടാകുന്ന സമ്മർദ്ദം അല്ലെങ്കിൽ പ്രഷർ. നിങ്ങൾ പ്രഷർ കുക്കർ കണ്ടിട്ടില്ലേ? ഈ പ്രഷർ കുക്കറിനകത്ത് ആമേൻ ഹല്ലേലൂയ പച്ച മാംസം അല്ലെങ്കിൽ ബീഫ് എടുത്തിട്ട് ആമേൻ അത് പ്രഷറൈസ് ചെയ്ത് ബീഫിന്റെ ആമേൻ രൂപവും ടേസ്റ്റും മാറുന്നത് പോലെ അത് പുറത്തിറങ്ങി വരുമ്പോൾ അത് വേറെ ടേസ്റ്റ് ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ നിന്റെ ജീവിതത്തിൽ നടക്കുന്ന സകല കഷ്ടങ്ങളും സകല സമ്മർദ്ദങ്ങളും പ്രഷറുകളും, ഹല്ലേലൂയ, നിന്നെ തകർക്കുവാനല്ല, അത് നിന്നിൽ ഉളവാക്കുന്ന കഷ്ടത നിന്നിൽ ഉളവാക്കുന്നതാണ് സഹിഷ്ണുത. പ്രൈസ് ദി ലോർഡ്. സഹിഷ്ണുതയ്ക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ഹ്യൂപ്പമോൻ എന്നുള്ള ഗ്രീക്ക് പദം. അതിന്റെ അർത്ഥം സഹനശക്തി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, ഈ പറഞ്ഞ സഹനശക്തി എന്ന് പറയുന്നത് അവൻ സഹിക്കുകയല്ലാതെ എന്നാ ചെയ്യാന് എന്റെ ദേവദാസനെ അങ്ങ് കണ്ടു നടക്കുകയാണ് എന്ന് പറയുന്ന സഹനശക്തി അല്ല. നീ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ സഹിക്കുക മാത്രമല്ല, അതിനെ ഓവർകം ചെയ്യുവാനുള്ള ശക്തി കൂടെ അതിന്റെ അകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആമേൻ ആ സഹനശക്തിയിൽ നീ ആമേൻ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് നിന്റെ അകത്ത് ക്യാരക്ടർ ഡെവലപ്പ് ആവുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ ഓരോ കഷ്ടങ്ങളും, ഹല്ലേലൂയ, ഓരോ പ്രയാസങ്ങളും ഓരോ ബുദ്ധിമുട്ടുകളും നിന്നെ ഞെരുക്കുമ്പോൾ അത് നീ തകർച്ചയുടെ വക്കിലേക്കല്ല നിന്നെ കൊണ്ടുപോകുന്നത്. അത് സഹിപ്പാനുള്ള ശക്തി തന്ന് നിന്നെ ഒരു പുതിയ ക്യാരക്ടറാക്കി അവൻ നിന്നെ പുറത്തോട്ട് ഇറക്കുമ്പോൾ, ഹല്ലേലൂയ, നീ പറയും എന്റെ പ്രത്യാശയ്ക്ക് ഇനി ഒരു കാലത്തും ഒരു ഭംഗം വരത്തില്ല. ഏതെല്ലാം കഷ്ടങ്ങൾ എന്നെ ഞെരുക്കാൻ ശ്രമിച്ചാലും ശരി, ആ കഷ്ടങ്ങളിൽ എനിക്കൊരു ക്യാരക്ടർ ഡെവലപ്ഡ് ആവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പണ്ട് കഷ്ടങ്ങൾ അനുഭവിച്ചപ്പോഴുള്ള ക്യാരക്ടറാണോ ഇപ്പോൾ ഉള്ളത്? നമ്മുടെ സഹനശക്തിക്കൊക്കെ ഒരു ഹല്ലേലൂയ, അങ്ങനല്ലയോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പണ്ട് ആരെങ്കിലും എന്തെങ്കിലും നിന്ദിച്ചാലോ പരിഹസിച്ചാലോ ഒക്കെ നമുക്ക് കൊണ്ട് പകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ എത്ര പറഞ്ഞാലും കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നമ്മൾ ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓരോ ക്യാരക്ടറും നിന്നിൽ ഡെവലപ്പ് ആകുന്നത് യേശു ക്രിസ്തുവിന്റെ ക്യാരക്ടറാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാം സഹിപ്പാനും ക്ഷമിപ്പാനും, ഹല്ലേലൂയ, എല്ലാവരെയും സ്നേഹിപ്പാനുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആമേൻ ഈ കഷ്ടത നിന്നിലൂടെ കഷ്ടതയിലൂടെ നിനക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള പ്രത്യാശ അവൻ ഒരിക്കലും ഭംഗം വരത്തില്ല. ഒരു വാക്യം വായിച്ചേ, റോമർ 5:5. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ പ്രത്യാശയ്ക്ക് നിങ്ങൾക്ക് സ്ഥിരത വേണം. ആമേൻ. നിങ്ങൾ പ്രത്യാശിച്ചിരിക്കുന്ന നമുക്ക് വരുവാനിരിക്കുന്ന പ്രത്യാശയെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു കാലത്തും ഭംഗം വരത്തില്ല. കാര്യം നിന്റെ അകത്ത് ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ പകർന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പണ്ടൊരിക്കൽ ആമേൻ ഹല്ലേലൂയ ഏലിയാവ് എലീശയോട് ഒരു കാര്യം പറഞ്ഞു, ഞാൻ എടുക്കപ്പെടുന്നതിന് മുമ്പായിട്ട് നിനക്ക് വല്ലതും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ. അപ്പൊ എലീശ പറയുന്ന ഒരു മറുപടി, ഏലിയാവേ, എനിക്ക് താങ്കളുടെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവിന്റെ ഇരട്ടി അഭിഷേകത്തെ എനിക്ക് തരണം. പക്ഷെ ഏലിയാവ് പറഞ്ഞ മറുപടി, അതൊത്തിരി പ്രയാസമുള്ള കാര്യമാണ് ചോദിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്നത്തെ കാലഘട്ടങ്ങളിൽ ആമേൻ ആദിമ കാലഘട്ടങ്ങളിൽ വിശ്വാസ നായകന്മാർ കൊണ്ടു നടന്ന അഭിഷേകം മറ്റൊരുവനിലേക്ക് പകരുന്നത് വളരെ പ്രയാസപ്പെട്ട കാര്യമായപ്പോൾ പുതിയ നിയമത്തിൽ വന്നപ്പോൾ ആമേൻ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുകയാ, ആമേൻ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അവിടെ പകർന്നിരിക്കുന്ന വെച്ചാൽ ഓവർഫ്ലോ ചെയ്യുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് നിന്റെ അകത്തുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. അവൻ പ്രത്യാശയ്ക്ക് നീ ഭംഗം വരത്തില്ല. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ അവൻ നടക്കുകയാണെങ്കിൽ നിന്റെ വിശ്വാസത്തിന് കുറവൊന്നും വരത്തില്ല. വിശ്വാസം ക്ഷീണിക്കത്തില്ല. ഹല്ലേലൂയ. കാര്യം നിനക്കറിയാം, ഇതിന്റെ അകത്ത് തീരുമെങ്കിലും, ഈ ലോകത്തിനകത്ത് ആമേൻ ഹല്ലേലൂയ തീരുമെങ്കിലും ഇതിനപ്പുറം എനിക്കൊന്നുണ്ട്.
അതാ പൗലോസ് വിളിച്ചു പറയുന്നത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് ഞാൻ വിചാരിച്ചു നോക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പകൽക്കാലം 1-2 വാക്യം കൂടെ വായിച്ചു. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം ലാമെന്റേഷൻസ് 3:24, വിലാപങ്ങളുടെ പുസ്തകം 3:24. യഹോവ എന്റെ ഓഹരി എന്ന് എന്റെ ഉള്ളം പറയുന്നു, അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വെക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിനക്കൊരു നിത്യഭവനം ലഭിക്കും, അത് സത്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിനക്ക് തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരം ലഭിക്കും, അത് ശരിയാ. അതിനപ്പുറമായിട്ട് ഇന്ന് പകൽക്കാലം നീ ഏറ്റെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം തന്നെയാ എന്റെ ഓഹരി, യഹോവ തന്നെയാ എന്റെ പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് നിന്റെ ഉള്ളം പറഞ്ഞുകൊണ്ടിരിക്കണം. Praise the Lord, hallelujah. ആമേൻ. ഈ ലോകത്ത് നിനക്ക് ഒന്നുമില്ലെങ്കിലും ശരി, ഈ ലോകത്ത് നിന്റെ കൂടെ ആരുമില്ലെങ്കിലും ശരി, ഇന്ന് പകൽക്കാലം നീ നിന്റെ ഉള്ളത്തിനകത്ത് പറയണം, യെസ്, ലോർഡ് ഈസ് മൈ പോർഷൻ. ഹല്ലേലൂയ. യഹോവ എന്റെ ഓഹരി, അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. ഇന്ന് പകലിൽ ഹല്ലേലൂയ അബ്രഹാം ആമേൻ സോദോം രാജാവിന്റെ എല്ലാ നന്മകളും വേണ്ടെന്ന് വെച്ചപ്പോൾ ഹല്ലേലൂയ ദൈവം അവനോട് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ തന്നെ നിന്റെ അവൻ പ്രതിഫലവും ഞാൻ തന്നെ നിന്റെ ഓഹരിയുമെന്ന്. Praise the Lord, hallelujah. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പ്രത്യാശ നഷ്ടപ്പെട്ടവരായി, പ്രത്യാശ ഇല്ലാത്തവരായി, ലക്ഷ്യബോധമില്ലാത്തവരെ ആരെങ്കിലും ഇന്ന് പകലിൽ നിങ്ങളുടെ ഓട്ടക്കളത്തിൽ ആയിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പൈതലെ, ഇന്ന് പകലിൽ ഹല്ലേലൂയ ദൈവം വിളിച്ചു പറയുക, ഞാൻ തന്നെയാ നിന്റെ ഓഹരി. പകൽക്കാലം നിന്റെ പ്രത്യാശയ്ക്ക് ഒരു ഭംഗവും വരത്തില്ല. വായിച്ചാട്ടെ, ഒരു വേദഭാഗം വായിച്ച് ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷയോട് അവസാനിപ്പിക്കുക. സങ്കീർത്തനങ്ങൾ 37:7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ മുമ്പാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക. കാര്യസാധ്യം പ്രാപിക്കുന്നവരെയും ദുർവായം പ്രയോഗിക്കുന്നവരെയും കുറിച്ച് നീ മുഷിയരുത്. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. ദുഷ്പ്രവൃത്തിക്കാർ ഛേദിക്കപ്പെടും, യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും. Praise the Lord, hallelujah. പകൽക്കാലം നിന്നെ ദുഷിക്കുന്നവർ, നിന്നെ പഴിക്കുന്നവരെ ഓർത്ത് നീ ആമൻ ഇന്നൊരു പുറകുറുക്കേണ്ട കാര്യമില്ല. ഈ ദൈവത്തിന്റെ സന്നിധി ആമൻ നീ മിണ്ടാതിരുന്നാൽ ദൈവം തന്നെ നിനക്ക് പ്രത്യാശ. Praise the Lord. ദൈവം തന്നെ നിന്റെ ആമൻ ഓഹരി. ഹല്ലേലൂയ. യഹോവയിൽ പ്രത്യാശ വെക്കുന്നവർ ഭൂമിയെ കൈവശമാക്കും. Praise the Lord, hallelujah. എല്ലാ കണ്ണുകളിൽ നിന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. Praise the Lord, hallelujah. അവൻ നിന്നെ പഴിക്കുന്നവർ, നിന്നെ ദുഷിക്കുന്നവർ, നിന്നെതിരായി അവൻ വാമൻ പോരടിക്കുന്നവർ എല്ലാവരും എന്തു പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ യഹോവയിലാണോ നിന്റെ പ്രത്യാശ? ആ പ്രത്യാശയ്ക്ക് നിനക്ക് സ്ഥിരതയുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അവൻ നീ ഭൂമിയെ കൈവശമാക്കും. ഹല്ലേലൂയ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ സമയമാകാതെ നിന്നെ ഒരു ശത്രുവിന് തൊടുവാൻ കഴിയും. നിന്റെ മേലൊരു ദൂത്, നിന്റെ മേലൊരു വാഗ്ദത്തം ദൈവം ഇട്ടിട്ടുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ ദേശത്ത് നിന്നെ കൊണ്ടുവരാമെന്നും നിന്നെ മാനിക്കാമെന്നും അവൻ ദൈവം നിനക്കൊരു ദൂത് ഇട്ടിട്ടുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ആ ദൂത് കാര്യം നിവർത്തിയാകുന്നതിന് മുന്നമേ നിന്നെ ഇവിടെ നിന്ന് പറിച്ചു കളയുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പകൽക്കാലം ഹല്ലേലൂയ നിന്റെ വിശ്വാസത്തിൽ നീ സ്ഥിരതയോടെ ആയിരുന്നു. നിന്റെ എല്ലാ അല്പവിശ്വാസങ്ങളും ഇന്ന് പകൽക്കാലം നീങ്ങിപ്പോകട്ടെ. നിന്റെ എല്ലാ സംശയങ്ങളും ഇന്ന് പകൽക്കാലം നീങ്ങിപ്പോകട്ടെ. അവൻ പത്രോസ് പറഞ്ഞതുപോലെ, കർത്താവേ, എങ്കിലും നിന്റെ വാക്കിൽ ഞാൻ വലയിറക്കാമെന്നുള്ള ആ വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് ഇന്ന് പകൽക്കാലം നീ ഇറങ്ങുമെങ്കിൽ ഹല്ലേലൂയ നിനക്ക് വേണ്ടി അവൻ പെരുത്ത മീൻകൂട്ടത്തെ നിന്റെ വലയിലേക്ക് ഇറക്കുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. Praise the Lord. ഈ ക്ഷീണിക്കാത്ത വിശ്വാസമുള്ളവനായി വിശ്വാസത്തിൽ ശക്തിപ്പെടുവാൻ ഇത് പകൽക്കാലം നീ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവനായിരിക്കും. ഇത് പകൽക്കാലം പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരതയുള്ളവനായിരിക്കും. Praise the Lord, hallelujah. അവൻ ഗതസമയയുടെ അനുഭവത്തിലും നീ പ്രാർത്ഥിക്കാൻ റെഡിയെങ്കിൽ ഹല്ലേലൂയ, സ്ഥിരതയോടുകൂടെ നീ പ്രാർത്ഥിക്കാൻ റെഡിയെങ്കിൽ ഹല്ലേലൂയ, നിന്നെ പിടിക്കുവാനായിട്ട്, നിന്നെ തകർക്കുവാനായി വരുന്ന റോമൻ പടയാളികളുടെ മുമ്പിൽ ഹല്ലേലൂയ നീ ധൈര്യത്തോടെ നിൽക്കുവാൻ ഇടയായി തീരും. കാര്യം നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം ശത്രുവിന്റെ മുമ്പാകെ നിനക്ക് വേണ്ടി ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ആ പ്രാർത്ഥനയെങ്കിൽ ദൈവം നിന്റെ മേൽ അഭിഷേകത്തെ പകരും. Praise the Lord.
ശ്രദ്ധ വെച്ച് നീ പ്രാർത്ഥിക്കുമെങ്കിൽ, ശ്രദ്ധ വെച്ച് ഹല്ലേലൂയ നീ പ്രാർത്ഥിക്കുമെങ്കിൽ, നീ ഏത് വിഷയത്തെ അസാധ്യമായി കരുതിയോ ആ വിഷയത്തിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഒരു റിസൾട്ട് ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. അവസാനമായി നിങ്ങൾ പ്രത്യാശയിൽ ആമേൻ സ്ഥിരതയുള്ളവരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Praise the Lord. Hallelujah. ഈ ജീവിതത്തിൽ അവൻ നിന്റെ മുമ്പിൽ എല്ലാം ദ്രവിക്കുന്നതും നശിക്കുന്നതുമാണെങ്കിൽ, നിന്റെ ശരീരം പോലും ക്ഷയിക്കുന്നതാണെങ്കിൽ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കാഹളത്തോടും കൂടെ വരുമ്പോൾ ഹല്ലേലൂയ നീ മരിച്ചെങ്കിൽ നീ ഉയർത്തെഴുന്നേൽക്കും. നീ ജീവനോട് ഇരിക്കുന്നുവെങ്കിൽ കണ്ണിവെക്കുന്ന നേരത്തിൽ നിനക്കൊരു രൂപാന്തരം വരും. ഈ ദ്രവത്തെ ധരിക്കുകയും ഈ അപമാനം തേജസ്കരിക്കപ്പെട്ട അവൻ ഈ ബലഹീനമായത് ശക്തിയോടെ അവൻ പുറത്തു വരും. വാട്ടം മാലിന്യം നാശമേൽക്കാത്ത ഒരു നിത്യഭവനത്തിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവം നിനക്കായി ഒരുക്കി. അതുകൊണ്ട് ദുരുപയോഗം പ്രയോഗിക്കുന്നവരും ആമേൻ ഹല്ലേലൂയ നിനക്കെതിരെ പദ്ധതി ഒരുക്കുന്നവരുടെ മുമ്പിൽ നീ പുഷിയേണ്ട ദൈവത്തിന്റെ മൈതാനം. Praise the Lord. Hallelujah. എനിക്കറിയത്തില്ല ആരോടൊക്കെ ദൈവാത്മാവ് ഇടപെടുന്നുണ്ട്. Praise the Lord. Hallelujah. അവൻ ദുരുപയോഗം പ്രയോഗിക്കുന്നവരുടെ മുമ്പിലും കാര്യസാധ്യം പ്രാപിക്കുന്നവരുടെ മുമ്പിലും ഇന്ന് പകൽക്കാലം Hallelujah നീ ആമേൻ Hallelujah നീ അവരെ കുറിച്ച് മുഷിയണ്ട, നീ അവരെ കുറിച്ച് ബോധർ ചെയ്യണ്ട. അവൻ ഇന്ന് പകൽക്കാലം നീ അവരെ കുറിച്ച് ഒന്നും പറയണ്ട. നീ യഹോവയുടെ സന്നിധിയിൽ മിണ്ടാതിരുന്ന അവനായി നീ പ്രത്യാശിക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലം Hallelujah നിനക്ക് ഭൂമിയെ അവകാശമായി തരുവാൻ, അവൻ ചില നന്മകളെ അവകാശമായി തരുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. പകൽക്കാലം ദൈവം നമ്മളെ സഹായിക്കും. കാലമെല്ലാം കഴിയും, ഇന്നു കാണുന്നതെല്ലാം അഴിയും. കാലമെല്ലാം കഴിയും, ഇന്നു കാണുന്നതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നിത്യതയിൽ മറയും. പകൽക്കാലം എത്ര പേർക്ക് പ്രത്യാശയുണ്ടാവും? അവൻ ഹല്ലേലൂയ പേർ വിളിക്കുന്ന നേരത്ത് ഞാനും ആ കൂട്ടത്തിലുണ്ടാകും. ഹല്ലേലൂയ ഈ ക്ഷയിക്കുന്ന ലോകത്തിൽ അവൻ എന്റെ ദേഹം ക്ഷയിച്ചാലും പ്രൈസ് ദി ലോർഡ് ഇന്ന് പകൽക്കാലം എന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല, എന്റെ വിശ്വാസത്തിന് ഭംഗം വരത്തില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പ്രത്യാശിക്കുന്നത് എന്റെ യേശു വരുമ്പോൾ ഞാനും അവരോടൊപ്പം എടുക്കപ്പെടും. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കട്ടെ. കരങ്ങളെ ചേർത്തടിച്ച് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മുടെ വിശ്വാസമോ നമ്മുടെ പ്രത്യാശയ്ക്കോ ഭംഗം വരത്തില്ല. അവൻ നാം കാണുന്നതായി ഈ ലോകമെല്ലാം മാഞ്ഞു പോകും, അവൻ അതിന്റെ മോഹമോ ഒഴിഞ്ഞു പോകും. എങ്കിലും ഇന്ന് പകൽക്കാലം അവൻ തന്നിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അവൻ വാട്ടമേൽക്കാത്ത ക്ഷയമേൽക്കാത്ത അവൻ ഒരു നിത്യഭവനം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം വിളിച്ചു പറയുന്നു, കൂടാരമായ ഈ ഭൗമ ഭവനം ഒഴിഞ്ഞു പോയാലും അവൻ നശിക്കാത്ത ഒരു നിത്യഭവനം എനിക്കായി ഒരുക്കി വെച്ചിരിക്കുകയാണ്. ആ തേജസ് ഞാൻ വിചാരിക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ എനിക്ക് സാരമില്ല.
സ്വർഗനാട്ടിൽ ആ പാടുന്ന രീതിയെ ജീവവൃക്ഷത്തിൽ തണലിൽ ആമേൻ ഹല്ലേലൂയ ആ പാടുന്ന രീതിയെ ജീവവൃക്ഷത്തിൻ തണലിൽ എൻ സ്വർഗവീട്ടിൽ എത്തുവാൻ കൊതിച്ചിടുന്നു എൻ മണനാ എൻ സ്വർഗവീട്ടിൽ എത്തുവാൻ കൊതിച്ചിടുന്നു എൻ മൺപ്രിയനേ മൺപ്രിയനേ എൻ യേശുനായകനേ എപ്പോൾ വരും ചേർന്ന് മൺപ്രിയനേ എൻ യേശുനായകനേ എപ്പോൾ വരും ചേരുന്നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്നാം അന്നാളിൽ പ്രിയൻ മുഖം ചേരുന്നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്നാം അന്നാളിൽ ഒരിക്കൽ കൂടെ ചേരുന്നാം വേഗത്തിൽ ഇമ്പവിടതിൽ വിശ്വസിക്കുന്നത് കാണുന്നാം അന്നാളിൽ പ്രിയൻ യേശു മണവാളൻ നമ്മെ ചേർക്കുവാ മധ്യവാനിൽ വേടിപ്പെടുവാ യേശു മണവാളൻ നമ്മെ ചേർക്കുവാ മധ്യവാനിൽ വേടിപ്പെടുവാ കാലം അസന്നമായി പ്രിയരേ ഒരു നാം വിശുദ്ധിയോടെ കാലം അസന്നമായി പ്രിയരേ ഒരു നാം ചേരുന്നാം വേഗത്തിൽ ഇമ്പവിടലിൽ കാണുന്നാം അന്നാളിൽ പ്രിയൻ മുഖം ചേരുന്നാം വേഗത്തിൽ ഇമ്പവിടലിൽ കാണുന്നാം അന്നാളിൽ പ്രിയൻ മുഖം. Praise the Lord. Hallelujah. പ്രിയപിതാവേ, ഈ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് എത്തിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇതിനകത്ത് ദൂത് കേട്ടവർ ചിലതുണ്ട് കർത്താവ്. അവൻ പത്രോസിനോട് പറഞ്ഞതുപോലെ വയസ്സാകാതെ ഹല്ലേലൂയ എത്ര വലിയ റോമൻ സാമ്രാജ്യത്തിന്റെ മുമ്പാകെ വന്നു നിന്നാലും ശരി ഹല്ലേലൂയ ദൈവത്തിന്റെ വാഗ്ദത്തം നിന്റെ തലമേൽ കിടക്കുന്നിടത്തോളം കാലം ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഏതു പാതാളത്തിൽ നിന്നെ അടക്കാൻ ശ്രമിച്ചാലും ഹല്ലേലൂയ ദൈവത്തിന്റെ ആമേൻ ഹല്ലേലൂയ അപ്പോയിന്റഡ് ടൈമിൽ ആമേൻ ദൈവത്തിന്റെ പുറത്തു കൊണ്ടുവരെ തന്നെ ചെയ്യും ഹല്ലേലൂയ. അപ്പോയിന്റഡ് ടൈമിന്റെ പ്രത്യേകത ഒന്ന് ഞാൻ പറഞ്ഞു ഞാൻ നിർത്താം ഹല്ലേലൂയ. അപ്പോയിന്റഡ് ടൈം ആമേൻ എപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അവൻ അപ്പോയിന്റഡ് ടൈമിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഹല്ലേലൂയ നീ മറന്നുപോയാലും നിന്റെ പേര് വിളിച്ച് നിന്റെ പുറകെ വരും. ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നീ ചിലപ്പോ ഹോസ്പിറ്റലിന്റെ ആമേൻ വരാന്തയിൽ കൂടെ തേരാപ്പാരം നടക്കേണ്ടി വരും. പക്ഷെ അപ്പോയിന്റഡ് ടൈം ആയി കഴിഞ്ഞാൽ നിന്റെ പുറകെ ആമേൻ അപ്പോയിന്റ്മെന്റ് നടത്തിയവർ നിന്റെ പുറകെ വന്ന് നിന്നെ വിളിച്ചു വരുത്തുന്നത് പോലെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ അപ്പോയിന്റഡ് ടൈം ആയി കഴിഞ്ഞാൽ ആമേൻ അത് വരാത്തിടത്തോളം കാലം നിന്നെ ഒരു ശക്തിക്കും തൊടുവാൻ കഴിയത്തില്ല. നിന്റെ തലമുറകളെ ഒരു ശക്തിക്കും ഒരവകാശവുമില്ല. പത്രോസേ വയസ്സാകാതെ നിന്റെ മേലൊരു ശക്തിയും തൊടത്തില്ല. പകൽക്കാലം ദൂത് കേട്ട നിന്റെ ജനത്തിന്റെ സമയമാകും വരെ ഇവരെ കാക്കണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇതിന്റെ അകത്ത് ആരെങ്കിലും പ്രത്യാശയില്ലാത്തവരായി അവൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആശ നശിച്ചവരായിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. കാര്യം ഞങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് അവൻ ഇന്ന് രാത്രി ഇത് പകൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിറച്ചിരിക്കുന്നതിന് ഇഷ്ടം കർത്താവേ. ഇവർ വിശ്വാസത്തിൽ സ്ഥിരതയോടെ ഓടുവാൻ, പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുവാൻ, പ്രത്യാശയിൽ സ്ഥിരത കാണിക്കുവാൻ കർത്താവ് ഈ ജനത്തെ ഇടയാക്കണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. പ്രകാരം വിശ്വസ്തയോടെ ഓട്ടം ഓടി പൗലോസിനെ പോലെ ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം ഇരിക്കാൻ ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് പറയത്തക്ക നിലവാരത്തിലും ഒരു ഓട്ടം ഓടുവാൻ ഈ നിന്റെ സഭയെ അങ്ങിടയാക്കണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വവും പുകഴ്ച ഞങ്ങൾ അങ്ങേക്ക് വരെ പ്രാർത്ഥന കേട്ട കൃപകൾക്കായി ക്രിസ്തുയേശുവിൻ നല്ല നാമത്തിൽ പിതാവായ ദൈവത്തിന്റെ